വൈക്കത്തപ്പന് 3 ഭാവത്തിലാണ് ആ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത്. അതൊന്ന്, രാവിലെ ഉദയം തൊട്ട് പന്തീരടി പൂജ വരെ ഭഗവാൻ വിദ്യയുടെ അധിപതിയായ ദക്ഷിണാമൂർത്തിയായിട്ടാണ്. ആ സമയത്ത് ദർശനം നടന്ന എല്ലാവർക്കും ആ ദക്ഷിണാമൂർത്തി സ്വരൂപത്തിലാണ് ഭഗവാൻ അനുഗ്രഹം നൽകുന്നത്. അത് കഴിഞ്ഞാൽ പന്തീരടി പൂജ തൊട്ട് ഉച്ചപൂജ വരെ കിരാതസ്വരൂപത്തിലുള്ള ഭഗവാനാണ്. കിരാതമൂർത്തിയായിട്ട് ഭഗവാനും കിരാതരൂപിണിയായിട്ട് പാർവതീദേവിയും. മഹാഭാരത യുദ്ധത്തിനു മുമ്പേ തപസ് ചെയ്ത അർജുനന് അനുഗ്രഹം കൊടുത്ത മൂർത്തിയാണ് കിരാതമൂർത്തി. ആ കിരാത സ്വരൂപത്തിലാണ് ഉച്ചവരെ. അപ്പോൾ ആ ഒരു സമയത്ത് തൊഴുന്ന എല്ലാവർക്കും ശത്രുജയത്തിന്, കർമ്മവിജയത്തിന്, എന്തെങ്കിലും കർമ്മങ്ങൾ തുടങ്ങാൻ ആരംഭിക്കുമ്പോൾ ആ കർമ്മവിജയത്തിന് വേണ്ടി വൈക്കത്തപ്പനെ പോയിട്ട് ആശ്രയിക്കാം. ആ ഒരു സമയത്ത് തൊഴുതു കഴിഞ്ഞാൽ വളരെ ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഭഗവാൻ കുടുംബസമേതായിട്ടാണ്. മഹാദേവൻ, പാർവതി, സുബ്രഹ്മണ്യസ്വാമി, അയ്യപ്പസ്വാമി, ഭദ്രകാളി, ഗണപതി, ഇങ്ങനെ എല്ലാവരും ചേർന്ന് ചൈതന്യത്തോടു കൂടിയിട്ട് കുടുംബസമേതമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന മൂർത്തിയായിട്ടാണ് വൈകുന്നേരം ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നത്.